ഞാൻ ചോദിക്കാൻ വന്ന മറ്റൊന്നാണ്, ഇന്നിപ്പോൾ വിവിധ ദേശീയ പത്രങ്ങളിലൊക്കെ ഈ ജമ്മു ശ്രീനഗർ ഹൈവേയിലൊക്കെ കനത്ത മഞ്ഞ് വീഴുകയാണ് എന്നറിയിക്കുന്നു. ശ്രീനഗർ ഏകദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്ന് തോന്നുന്നു. കനത്ത മഞ്ഞ് വീഴ്ചയാണോ ഈ ശ്രീനഗറിലും ആ ജമ്മു കാശ്മീരിൻ്റെ നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിലുമെല്ലാം ട്രക്കുകളിലൊക്കെ മഞ്ഞിങ്ങനെ വീണ് മറിഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്? ഹിന്ദു പത്രത്തിലേക്ക് ആദ്യ പേജിൽ ആ ചിത്രങ്ങളുണ്ട്. വലിയ തണുപ്പാണോ കാശ്മീരിലും ജമ്മുവിലും ഒക്കെ? അരുൺ, തീർച്ചയായും കഴിഞ്ഞ ദിവസം കശ്മീരിൽ നിന്ന് വരുന്ന ചില ദൃശ്യങ്ങൾ നോക്കിയാൽ വാഹനങ്ങളൊക്കെ റോഡിലൂടെ ഇങ്ങനെ തെന്നി പോകുന്നതാണ്. അപ്പോൾ റോഡെല്ലാം മഞ്ഞിൽ ഉറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് വരുന്നത്. ഈ സീസണിലെ ഏറ്റവും ശക്തമായ തണുപ്പാണ് കശ്മീർ മേഖലയിൽ അനുഭവപ്പെടുന്നത് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. മഞ്ഞുവീഴ്ച ശക്തമായി തുടരുന്നുണ്ട്. ദില്ലിയിലൊക്കെ ആണെങ്കിൽ 101 വർഷത്തിനിടയിൽ ഏറ്റവും അധികം തണുപ്പ് കൂടിയതിനെ തുടർന്ന് ഇവിടെ നല്ല മഴയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ. 101 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്ത ഒരു ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങൾ. ഒരു ദിവസം 41 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥയിൽ ഈ ഒരു സീസണിൽ നല്ല തണുപ്പുണ്ടാകും എന്ന് നേരത്തെ പ്രവചനങ്ങളുണ്ടായിരുന്നു. ഏതായാലും ആ പ്രവചനങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ ഇപ്പോൾ കശ്മീരിലൊക്കെ തന്നെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ട്. സാധാരണ ഡിസംബർ മാസം കഴിയുന്നതോടെയാണ് കശ്മീരിലൊക്കെ കൂടുതൽ അതിശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാകാറ്. പക്ഷേ ഈ സീസണിൽ ഇപ്പോൾ അതിനു മുൻപേ തന്നെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടായിരിക്കുന്നു. റോഡെല്ലാം തണുത്തുറഞ്ഞിരിക്കുന്നു, മഞ്ഞിൽ ഉറഞ്ഞിരിക്കുന്നു. വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം റോഡുകളെല്ലാം റോഡിലെല്ലാം ഈ ഐസ് ഉറഞ്ഞിരിക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് പോകുന്നതിനൊക്കെ വലിയ ഭീഷണിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വാഹനങ്ങളൊക്കെ ഇങ്ങനെ തെന്നിപ്പോകുന്ന ദൃശ്യങ്ങൾ കശ്മീരിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നുണ്ടായിരുന്നു. വിനോദയാത്രയ്ക്കൊക്കെ പോകുന്നവർക്ക് ഇപ്പോൾ ശ്രീനഗർ തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു സമയമല്ലെന്ന് തോന്നുന്നു, അല്ലേ സുനിൽ? പല രീതിയിലാണ്. കാരണം ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു അനുഭവം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാം. പണ്ട് ഞാൻ 2007-ലോ 2008-ലോ ആണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ജമ്മു കാശ്മീരിൽ പോയൊരു സമയത്ത് ഒരു അത്ഭുതകരമായ കാഴ്ച. അന്ന് ഇതുപോലെ കടുത്ത മഞ്ഞുവീഴ്ചയുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ അന്ന് ഈ മഞ്ഞുവീഴ്ചയുടെ ഭാഗമായി അവിടെ വലിയ നിയന്ത്രണങ്ങളായിരുന്നു. അങ്ങനെ ഗുൽമർഗ് പ്രദേശത്ത് പോയി. അപ്പോൾ അവിടുത്തെ ഈ റോപ്പ് വേ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കയറി നോക്കിയപ്പോൾ ഒരു 2 മനുഷ്യന്മാരിങ്ങനെ മഞ്ഞിലൂടെ ഇങ്ങനെ നടന്നു വരുന്നു. അത്യാവശ്യം ഒരു 60-65 വയസ്സ് പ്രായം ഉള്ള ഒരു ദമ്പതികളായിരുന്നു. അപ്പോൾ ഞങ്ങൾ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. അവർ ഞങ്ങളോട് ചോദിക്കുകയാണ് മലയാളികളാണോ എന്ന്. തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാനായി കശ്മീരിൽ വന്നപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ രീതിയാണ്. ചിലപ്പോൾ ഇത്രയും സാഹചര്യങ്ങൾക്ക് ആസ്വദിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ സുരക്ഷാപരമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഈ ഒരു മഞ്ഞ് വലിയ തോതിൽ മഞ്ഞ് പെയ്യുമ്പോൾ യാത്രകൾക്കൊക്കെ അത് ഭീഷണിയുണ്ട്. പ്രത്യേകിച്ച് ഈ ടണലൊക്കെ ക്രോസ് ചെയ്ത് ബൈ റോഡ് ജമ്മുവിൽ നിന്ന് കശ്മീരിലേക്ക് പോകുന്നവർക്കൊക്കെ തന്നെ കൂടുതൽ കരുതലോടെ മാത്രമേ യാത്ര എന്തായാലും പി എസ് സുനിൽ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിലും ഈ മൻമോഹൻ സിംഗിന്റെ അന്ത്യയാത്രയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദത്തിന്റെ അലയുലികൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. കിസാൻ ഘട്ടിനടുത്തൊരു സ്ഥലം ഒരുങ്ങുന്നു എന്നാണ് പി ആർ സുനിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പി ആർ സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ശ്രീനഗറിൽ നേരത്തെ പി ആർ സുനിൽ പറഞ്ഞതുപോലെ ആ ഹൈവേയിലൊക്കെ മഞ്ഞു വീണിങ്ങനെ പാളികളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ റോഡ് മാർഗം പോകുക ഏറെക്കുറെ അസാധ്യമായിരിക്കുന്നു. വ്യോമ സർവീസിനെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യാത്രയൊക്കെ ചെയ്യുക. പി ആർ സുനിൽ പറഞ്ഞതുപോലെ റിട്ടയർമെന്റിന് വേണ്ടി കാത്തിരിക്കുമെന്ന് വേണ്ട. നിങ്ങൾ ഈ ജീവിതം ആസ്വദിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യണം. പിന്നെ ഈ തണുത്ത